22 കിണറ്റിനകത്തുനിന്നായിട്ട് എല്ലാം കൂടി 66 തൊട്ടി വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് കുളിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടാവും, പക്ഷെ സംഭവം സത്യമാണ്. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടാൽ മതി. പാതിരാത്രി വീട്ടിൽ കിടന്ന് ഉറക്കം വരാണ്ട് ബോറടിച്ചിരുന്നപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാണ് രാമേശ്വരത്തേക്ക്. രാമേശ്വരത്ത് എത്തുമ്പോഴേക്ക് സമയം രാവിലെ ആയിട്ടുണ്ട്. ഞാനാണ് രാവിലത്തെ ചായ കുടിച്ചില്ല, അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഞാനൊരു കടയിൽ കയറിയിരിക്കുകയാണ്. ഇഡ്ഡലിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഇഡ്ഡലി ആണെങ്കിൽ വായിൽ വെക്കാനേ കൊള്ളൂല, അതുകൊണ്ട് ഞാൻ അത് കഴിക്കാണ്ട് പൈസയും കൊടുത്തിട്ട് ഞാൻ വേറെ കടയിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് 2 പൊറാട്ടി, ഒരു ചിക്കൻ 65, ഒരു ബുൾസയും വാങ്ങി കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ദാഹിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു കരിക്കും ഒരു ലസിയും വാങ്ങിക്കും. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ രാമേശ്വരത്തുള്ള അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നടക്കാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. ഈ അമ്പലത്തിന്റെ ആചാരപ്രകാരം അമ്പലത്തിന്റെ ഉള്ളിലായിട്ട് 22 കിണറുണ്ട്. ഒരു കിണറ്റിനകത്തുനിന്നായിട്ട് 3 തൊട്ടി വെള്ളം, അങ്ങനെ എല്ലാം കൂടി 22 കിണറ്റിനകത്തുനിന്നായിട്ട് 66 തൊട്ടി വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് കുളിക്കണം എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാവങ്ങളൊക്കെ തീരുന്നതാണ് വിശ്വാസം. അങ്ങനെ 22 കിണറുകൾ അതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. 25 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ആരും കാണാനാണ് ഞാൻ വിഷ്വൽസ് ഒക്കെ എടുത്തത്. പിന്നെ ഇതിന്റെ അകത്തുള്ള 22 കിണറ്റിന് ഒരു 22 പേര് നൽകിയിട്ടുണ്ട്. അങ്ങനെ 22 കിണറ്റിനകത്തുനിന്നായിട്ട് ഞാൻ 66 തൊട്ടി വെള്ളം വെച്ച് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി ആരെങ്കിലും രാമേശ്വരത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ 22 കിണറ്റിൽ നിന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കാട്ടോ. ഇനി രാമേശ്വരത്തേക്ക് എങ്ങനെ എത്താ ചോദിച്ചാൽ നമ്മളെ കേരളത്തിൽ നിന്ന് ആകെ ഒറ്റ ട്രെയിനുള്ളൂ രാമേശ്വരത്തേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ്. കോഴിക്കോട് ഭാഗത്തുനിന്നും കണ്ണൂർ ഭാഗത്തുനിന്നും പോകുന്നവരാണെങ്കിൽ ഈ ട്രെയിൻ കിട്ടണമെങ്കിൽ പാലക്കാട് പോകണം കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലായ പാമ്പം പാലം ഈ രാമേശ്വരം റൂട്ടിലാണുള്ളത്. ഈ പാലത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്തത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഈ പാലം.